ഇതുപോലെ തഴച്ച് നിന്ന മുളക് ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഞെട്ടും. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മുളക് ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. പാതി വഴിയിൽ ജീവൻ പോയ നമ്മളെ മുളക് ചെടിയെ വീണ്ടും പഴയതുപോലെ ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനാദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഇവൻ്റെ ലൊക്കേഷൻ ഒന്ന് മാറ്റണം. അതായത് ഈ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണ് അത്ര വളക്കൂറൊന്നും ഉള്ളതല്ല. അപ്പം നമുക്കിവനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലൊന്ന് നട്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഈ മൂട്ടിലെ മണ്ണും വേരൊന്നും അധികം പോകാതെ തന്നെ അധികം ഡാമേജ് ഒന്നും ഇല്ലാതെ പുള്ളിക്കാരനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കവനെ ഗ്രോ ബാഗിലോട്ടാക്കാം. ഞാനിവിടെ ഇത് നടാനായിട്ട് ഉപയോഗിക്കുന്ന മണ്ണ് നല്ല കുമ്മായൊക്കെ ഇട്ട് പുളിപ്പൊക്കെ കളഞ്ഞ നല്ല തരി മണ്ണാണ് കേട്ടോ. തരി മണ്ണായതുകൊണ്ട് തന്നെ മുളകിൻ്റെ വേരോട്ടൊക്കെ നല്ലതുപോലെ നടക്കും കേട്ടോ. അതുപോലെ ഞാനിവിടെ ഉപയോഗിക്കുന്ന വളങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണക്ക ചാണകപ്പൊടി, നമ്മുടെ കോഴി വളമാണ്. മുളകിൻ്റെ മൂട്ടിയിരിക്കുന്ന ഇത്രയും മണ്ണൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കുറേ മണ്ണ് ഇതിൽ നിന്ന് മാറ്റാം. മണ്ണ് മാറ്റി ഇഷ്ടംപോലെ ഇരയൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഇനി ഇര കുത്തിയതാണോ ഇതിങ്ങനെ ശോഷിച്ച് പോകാനുള്ള കാരണമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. അപ്പം വേരുകൾ ഇത്രയും മണ്ണ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇതിൽ നിന്ന്. ഇനി ഇതിൽ കൂടുതൽ മണ്ണ് ഇതിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരീക്ഷണം ചീറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മളെ മുളക് ചെടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിന് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ മുളക് ചെടിയിൽ നിന്ന് എനിക്ക് ആകെ കിട്ടിയ 2 മുളകാണ് കേട്ടോ. ആ 2 മുളക് ഞാൻ വിത്തിനായിട്ട് എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ മുളപ്പിക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റൊക്കെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മുളക് ചെടി രക്ഷപ്പെടുത്താനായിട്ട് എന്തൊക്കെ വളങ്ങൾ കൊടുക്കും എന്നുള്ള കാര്യമൊക്കെ ഞാനിതിൽ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.